കൈപ്പാട് അരിയും അരി ഉൽപ്പന്നങ്ങളും രാജ്യത്തിനകത്തും പുറത്തും വിപണിയിലെത്തിച്ച പഴയങ്ങാടി താവത്തെ മലബാർ കൈപ്പാട് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡിന് സംസ്ഥാന പുരസ്കാരം. കാർഷിക മേഖലയിലെ കയറ്റുമതിക്കാണ് അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. ജാപ്പനീസ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വികസിപ്പിച്ചെടുത്ത 2 വർഷം വരെ കേടുകൂടാതെ ഇരിക്കുന്ന കൈപ്പാട് അരിയുടെ കഞ്ഞിയും ചോറും ഉൾപ്പെടെയാണ് കൈപ്പാട് ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി ലിമിറ്റഡ് ഇവിടെ നിന്നും കയറ്റുമതി ചെയ്യുന്നത്. ഇന്ന് സംസ്ഥാന തലത്തിലുള്ള അംഗീകാരമാണ് ഇവരെ തേടിയെത്തിയിരിക്കുന്നത്. കാർഷിക പെരുമ വിളിച്ചോതുന്ന കൈപ്പാട് അരിയും അരി ഉൽപ്പന്നങ്ങളും ആഭ്യന്തരമായും വിദേശത്തേക്ക് കയറ്റുമതിയും ചെയ്യുകയാണ് പഴയങ്ങാടി താവത്തെ മലബാർ കൈപ്പാട് ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി ലിമിറ്റഡ്. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് കാർഷിക മേഖലയിൽ കയറ്റുമതി വിഭാഗത്തിലാണ് 2024 സംസ്ഥാന അവാർഡ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത്. കയറ്റുമതി പ്രോത്സാഹനത്തിനായി സംസ്ഥാന സർക്കാരിന്റെ എല്ലാ സഹകരണവും കമ്പനിക്ക് ലഭിക്കുന്നുണ്ട്. കാർഷിക സർവകലാശാലയുടെ ഉത്തരമേഖല ഗവേഷണ വിഭാഗം മേധാവിയും RIRS പിലിക്കോട് അസോസിയേറ്റ് പ്രൊഫസറുമായ ഡോക്ടർ ടി വനജയുടെ ഉപദേശക നിർദ്ദേശങ്ങളും കമ്പനിക്ക് ലഭിക്കുന്നുണ്ട്. ലോകരാജ്യങ്ങളിൽ നിന്ന് ഉറ്റുനോക്കുന്ന ഒരു മേഖലയാണ് നാച്ചുറൽ ഫാമിംഗ് ട്രാക്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കൈപ്പാട് എന്ന നാച്ചുറൽ ഫാമിംഗ് ട്രാക്ടിനടുത്താണ്. കേരള അതുപോലെ കേന്ദ്ര സർക്കാരുകളുടെ ഒരുപാട് പദ്ധതികൾ ഇപ്പോഴും നാച്ചുറൽ ഫാമിംഗ് ട്രാക്ടിനെ എങ്ങനെ നന്നാക്കാം എന്നുള്ളതും കൂടിയാണ്. ഒരു കാർഷിക മേഖല ഉന്നമനത്തിന് നമ്മൾ സാധാരണ പറയാം 4 C ആസ്പദമാക്കിയ പ്രവർത്തനമാണ്. 4 C എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലെ C ആണ്. ഒന്നാമത്തെ C എന്ന് പറയുന്നത് കൺസർവേഷൻ, സെക്കൻഡ് C ഈസ് ഫോർ കൾട്ടിവേഷൻ, ആൻഡ് തേർഡ് C ഈസ് ഫോർ കൺസംഷൻ, ആൻഡ് ഫോർത്ത് C ഈസ് ഫോർ കമേഴ്സ്. ഈ 4 CAയും നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു ലിങ്ക് ഫോമിൽ ചെയ്താൽ മാത്രമേ ആ പർട്ടിക്കുലർ കാർഷിക മേഖല കർഷകൻ്റെ ഒരു ജീവിത നിലവാരം ഉയർത്തുന്ന തരത്തിൽ വലുതാവുള്ളൂ. ജപ്പാനീസ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് 2 വർഷക്കാലം വരെ കേടുകൂടാതെ ഇരിക്കുന്ന കൈപ്പാട് അരിയുടെ ചോറും കഞ്ഞിയും ഉൾപ്പെടെ റെഡി ടു ഈറ്റ് എന്ന രീതിയിലാണ് ഇവിടെ നിന്നും കയറ്റുമതി ചെയ്യുന്നത്. നമ്മൾ വിപണിയിലേക്ക് ഇറക്കിയ പ്രോഡക്റ്റാണ് കൈപ്പാട് അരി കഞ്ഞിയും അതുപോലെ തന്നെ ചോറും. 2 വർഷത്തോളം ഷെൽഫ് ലൈഫ് ഉണ്ട്. ജാപ്പനീസ് ടെക്നോളജിയായ റിക്കോർഡിംഗ് ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് ഒരു തരത്തിലുള്ള റിസർവേഷൻസും ആഡ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഏഴോം പഞ്ചായത്തിനും ഇത് അഭിമാനിക്കാവുന്ന നിമിഷമാണെന്ന് പ്രസിഡന്റ് പി ഗോവിന്ദൻ പറഞ്ഞു. കേരള സർക്കാരിൻ്റെ ഈ വർഷത്തെ കൈപ്പാട് ഫാർമർ പ്രൊഡ്യൂസിംഗ് കമ്പനി മലബാർ കൈപ്പാട് ഫാർമേഴ്സ് പ്രൊഡ്യൂസിംഗ് കമ്പനിക്ക് ഇപ്പോൾ ഈ ചെങ്ങ ഒന്നിൻ്റെ ഭാഗമായി കേരള സർക്കാർ പ്രഖ്യാപിച്ച അവാർഡ്, അത് ഈ എക്സ്പോർട്ടിങ്, ഈ കമ്പനി എക്സ്പോർട്ട് രംഗത്ത് കൂടെ അതിന് വാല്യൂ ആഡഡ് പ്രൊഡക്റ്റ് വിദേശങ്ങളിലേക്ക് കയറ്റി അയക്കുന്ന പ്രവർത്തനത്തിനാണ് അംഗീകാരം നേടിയത്. ഏറെ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷം ജനിപ്പിക്കുന്ന ഒന്നാണ്. നിലവിൽ കൈപ്പാട് അരി, പുട്ടുപൊടി, പത്തിരിപ്പൊടി, അവൽ, പായസം മിക്സ് തുടങ്ങി കൈപ്പാട് ഉൽപ്പന്നങ്ങളും മറ്റ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും ഇവിടെ നിന്നും വിപണിയിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇവരുടെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലം തന്നെയാണ് ഈ അംഗീകാരം. ഇനിയും ഒരുപാട് പേർക്ക് തൊഴിലവസരങ്ങൾ നൽകാനും ഒപ്പം നിരവധി വ്യത്യസ്തമായ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനുമെല്ലാം ഇവർക്ക് സാധിക്കട്ടെ. നികേഷ് താവത്തിനോടൊപ്പം ഷാരിമ രാജൻ, കണ്ണൂർ വിഷൻ.